ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 2:30 ആയിട്ടുണ്ട്. നമ്മളിന്ന് ഒരു ദീർഘകാല യാത്ര പോവാണ്. ഞാനുണ്ട്, സ്പാനിഷുണ്ട്, ഉദയേട്ടനുണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ദീർഘകാല യാത്ര പോവാണ്. അപ്പോൾ നമ്മൾ ഒരു ഏകദേശം ഒരു 2:30ക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ 3 ആളും കൂടിയാണ് പോണത്. ഇവിടുന്ന് ഒരാളും കൂടി പിക്ക് ചെയ്തിട്ട് വേണം പോവാൻ. അപ്പോൾ നമ്മുടെ സ്വന്തം അഖിൽ ചേട്ടനാണ്. അപ്പോൾ അഖിൽ ചേട്ടൻ വന്നോടുകൂടി നമ്മുടെ സ്പാനിഷിന് ഭയങ്കര മടിയായി വണ്ടി ഓടിക്കാൻ. അപ്പോൾ സ്പാനിഷ് എന്തായാലും ബാക്കിൽ പോയി. പിന്നെ ഞാൻ പറയാൻ മറന്നു, ഈ യാത്രയുടെ സ്പോൺസർ എന്ന് പറയുന്നത് ഉദയൻ ചേട്ടനാണ്. അപ്പോൾ ഉദയൻ ചേട്ടനാണ് ഞങ്ങളെ എല്ലാവരും കൊണ്ടുപോകുന്നത്. കാരണം ഉദയൻ ചേട്ടന്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോണത്. അപ്പോൾ ഒപ്പം കൂട്ടുകൂട്ടിന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂറിന് ശേഷമാണ് പിന്നെ വീഡിയോ എടുത്തത്. അപ്പോഴും നമ്മുടെ സ്ഥലം എത്താറായിട്ടില്ല. ഏകദേശം ഒരു 3-4 മണിക്കൂറൊക്കെ എടുക്കും അവിടെ എത്താൻ വേണ്ടിയിട്ട്. ഉദയൻ ചേട്ടനാണെങ്കിൽ കട്ട ഉറക്കായി. പിന്നെ റോഡ് പണിയൊക്കെ കാരണം കുറച്ച് കട്ടറും ഇതൊക്കെ ഉള്ള കാരണം ഇളകി ഒക്കെ നിൽക്കുന്നുണ്ട്. ആകെ കുലുങ്ങി ചിലങ്ങിയൊക്കെ ഇരുന്നപ്പോഴാണ് അയ്യോ എന്റെ ഫോൺ വെക്കാനായിട്ടൊരു സ്ഥലം കിട്ടില്ല. അങ്ങനെ ബാക്ക് നോക്കിയപ്പോൾ ട്രൈപോഡ് വെക്കാനുള്ള സംഭവം കിട്ടിയപ്പോൾ ഞാൻ അവിടെ എന്റെ ഫോണും ട്രൈപോഡും കൂടി വെച്ച് കുറച്ച് വീഡിയോ എടുത്തു. അങ്ങനെയാണ് ഞാൻ ഈ വലിയൊരു പാലം കാണുന്നത്. പാലം ആരും കാണാത്തൊന്നുമല്ല, ഞാനും കാണാത്തൊന്നുമല്ല. പക്ഷെ എന്തോ എന്റെ വീഡിയോയിൽ കാണാനായിട്ട് എനിക്ക് നല്ല ഭംഗി തോന്നി. അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തു. പിന്നെ ബാക്ക് ക്യാമറയിലാണെങ്കിൽ നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ ഈ ക്യാമറ പിടിച്ച് വന്നത്. പക്ഷെ അവിടെ റെക്കോർഡ് ആയില്ല കേട്ടാ. അങ്ങനെ പിന്നെ ഗൈസ് ഞാൻ കുറേ നേരം കിടന്ന് ഉറങ്ങി. അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ മിസ്സായിട്ടുണ്ട്. അതിന്റെ ഇടയിലാണെങ്കിൽ ഞാൻ ഈ എണീക്കുമ്പോൾ നല്ല പാട്ട് കേൾക്കുമ്പോൾ ഞാൻ കുറച്ച് സന്തോഷിപ്പിക്കാനായിട്ട് 2 സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ വീണ്ടും കിടന്ന് ഉറങ്ങും. പിന്നെ എനിക്ക് നല്ല തലവേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇങ്ങനെ കളിക്കുമ്പോഴൊക്കെ മാറും. പിന്നെയാണ് ഗൈസ് ഞാൻ പിന്നെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പം ചായക്കടയുടെ മുകളിൽ നിർത്തിക്കുന്നത്. അപ്പൊ അവിടുന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങി നമ്മൾ അവിടുന്ന് കഴിക്കാനായിട്ട് നിന്നില്ല, കാറി വെച്ച് കഴിക്കാമെന്ന് വെച്ചു. അപ്പൊ നമ്മൾ നേരെ ഇപ്പം അമ്പലത്തിൽ പോണ കാരണം നമ്മൾ മുട്ട ബജി അങ്ങനത്തെ നോൺ വെജ് ഐറ്റംസ് ഒന്നും വാങ്ങിയില്ല. നമ്മൾ ജസ്റ്റ് വിശപ്പടക്കാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങൾ മാത്രമാണ് വാങ്ങിയേക്കുന്നത്. പിന്നെ അപ്പോൾ പിന്നെ നമ്മുടെ സ്നാക്സ് വാങ്ങിയപ്പോൾ കുറച്ച് പാക്കറ്റിൽ ലേസ് അങ്ങനത്തെ കുഞ്ഞു പാക്കറ്റ് സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് റെസ്റ്റ് എടുത്ത് കഴിക്കാനായിട്ട്. പക്ഷെ എനിക്ക് മാത്രമാണ് വാങ്ങിയത്. പിന്നെ ഞാൻ ഇവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു. ഞാൻ മാത്രം ഇങ്ങനെ കഴിക്കാം, ഇവരും എൻ്റെ പോലെയാണ്. പക്ഷെ എന്നെക്കാളും ഭയങ്കര ടവറായിരുന്നു ഇവര്. പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങി. പിന്നെ എണീറ്റതാണ് ഇത് കേട്ടോ. അപ്പം നമ്മൾ മലപ്പുറം എങ്ങാണ്ട് എത്തി. അപ്പം മലപ്പുറം എത്തിയപ്പോൾ മലപ്പുറത്താണ് ഈ സംഭവം ഉള്ളത്. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പം മലപ്പുറമാണ് സംഭവം. അപ്പം സംഭവം എത്തിയപ്പോൾ ഞാൻ എണീറ്റിട്ടു. അപ്പം ഈ വിൻഡോൻ്റെ നമ്മൾ തൃശ്ശൂർ തൊട്ട് ഇപ്പോൾ ഈ മലപ്പുറം വരെ നമ്മൾ AC-യിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വിൻഡോ ഒക്കെ ഇറക്കിയിടാം, നമുക്ക് ഇങ്ങനെ പുറത്തത്തെ കാറ്റും വെളിച്ചൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ വിൻഡോ ഒക്കെ ഇറക്കിയിട്ടു കേട്ടോ. അപ്പൊ എനിക്ക് എന്തോ ഒരു നല്ലൊരു ആംബിയൻസ് കിട്ടിയ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും നേരം അടച്ചു പൂട്ടിയിരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് തലവേദന. പെട്ടെന്ന് അത് തുറന്നപ്പം വിൻഡോ ഒക്കെ തുറന്നിട്ടപ്പോൾ എനിക്ക് തലവേദനയൊക്കെ പോയിട്ടാ. അപ്പോൾ കാറ്റും ഇല്ല, ഇപ്പം കാറ്റില്ല, മീൻസ് വീട് പണിയൊക്കെ ആണെങ്കിൽ കുറഞ്ഞു. പിന്നെന്താ പൊടിയില്ല, പിന്നെ വെയിലും കുറഞ്ഞു. അതുകൊണ്ടാണ് തുറന്നിടാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് അവിടെ എത്തി. നമ്മൾ കാട്ടുമാടം മലയിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നമ്മൾ പാർക്കിങ്ങിനുള്ള ഏരിയ നോക്കുകയാണ്. റോഡ് സൈഡ് തന്നെയാണ് പാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി വൈകിട്ടാണെങ്കിൽ നല്ലോണം തിരക്ക് വന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞു റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടും തിരിക്കാൻ പറ്റില്ല. അത് കാരണം നമ്മുടെ വണ്ടി ഫസ്റ്റ് തന്നെ പാർക്ക് ചെയ്ത് നമുക്ക് തിരിക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കി. അപ്പോൾ ഞാൻ ഈ കാട്ടുമാടം മനയ്ക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ യൂട്യൂബിൽ ഏകദേശം സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെയൊക്കെ ആണെന്നൊക്കെ.
അറിയാൻ വേണ്ടിയിട്ട്. ഭയങ്കര പേടിപ്പെടുത്തുന്നതാണെങ്കിലും ഞാൻ ഇതൊക്കെ കേട്ടിട്ട് ഞാൻ കൂടെ പോയതാണ് കേട്ടോ. ജസ്റ്റ് എനിക്ക് അവിടെയൊക്കെ കാണണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവിടെ ഒരു ഫ്രണ്ടിലൊരു പ്ലാവുണ്ട്, ഞാൻ അതൊക്കെ കാണിച്ചു തരാം. അവിടെ എന്താ 101 കുട്ടിച്ചാത്തന്മാരൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ ഒരു ചെറിയൊരു മനയും പിന്നെ ഒരു അമ്പലവും ആണ് അവിടെ ഫുൾ ഇങ്ങനെ ജ്യോതിഷം അങ്ങനത്തെ സംഭവം, ജ്യോതിഷം നോക്കലാണ്. അപ്പം ഞങ്ങൾ 4 പേരും കൂടിയിട്ട് അവിടെ ഇരിക്കാനുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു ഈ മനയിൽ തന്നെ. അപ്പം നമ്മൾ 4 ആളും കൂടി അവിടെ ഒരു കസാരയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ എന്തായാലും അവിടെ ഇരുന്നു കുറച്ച് നേരം. നമ്മളവിടെ ഒരു എത്ര മണിക്ക് എങ്ങാണ്ട് എത്തി. അപ്പോൾ 6 മണി കഴിഞ്ഞിട്ടാണ് നട തുറക്കുന്നത്. അപ്പോൾ അതുവരെ നമ്മളവിടെ വെയിറ്റ് ചെയ്യണം. പിന്നെ കുറേ പേരിങ്ങനെ വന്നും പോകുന്നുണ്ട്, തൊഴുതു പോകുന്നുണ്ട്. ഞാനാണെങ്കിൽ ഏകദേശം കാര്യങ്ങൾ ഈ പേര് കേട്ടപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ കാണാപ്പാടം പഠിച്ചിട്ട് ഇതൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ ഓൾറെഡി ഞാൻ സെർച്ച് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ കേട്ടപ്പോൾ എനിക്ക് പേടിയായത് കാരണം ഞാൻ നിർത്തി വെച്ചിട്ടാണ്. അവസാനം അവർ രണ്ടാളും ഫ്രണ്ടിൽ പോയി. അവർ രണ്ടാളും ഫ്രണ്ടിൽ ഇങ്ങനെ വർത്താനായിട്ട് പറയാൻ പോയി, കാല് കഴുകാനൊക്കെ പോയി. അപ്പോൾ ലാസ്റ്റ് ഞാനും ഉദയൻ ചേട്ടനായിട്ട്. അപ്പോൾ ഞാനും ഉദയൻ ചേട്ടൻ ഇങ്ങനെ വർത്താനൊന്നും പറഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട വെച്ചിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവിടെ ക്യാമറ അലൗഡ് അല്ല അങ്ങനെയൊന്നും ഇല്ല, അവിടെ ഒന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കുറേ ഒരു കാടിൻ്റെ നടുക്കിലാണ് ഈ മന വരുന്നത്. നമ്മളൊരു 6:30-7 മണി ആ ടൈമൊക്കെ ആണെങ്കിൽ നമ്മളിവിടെ വന്ന് പേടിക്കുന്നു പറഞ്ഞാൽ പേടിക്കും. അപ്പോൾ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു, ആ പ്ലാവ് എന്തോ നശിച്ചു പോയപ്പോൾ വേറൊരു പ്ലാവ് വെച്ചതാണ്. ഇതാണ് 101 കുട്ടിച്ചാത്തന്മാർ ഇരിക്കുന്ന പ്ലാവ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ പ്രാർത്ഥിച്ച് അപ്പോൾ ഇതാണ് അവിടെ ഒരു ഈ ഫ്ലെക്സ് ഒക്കെ ഇല്ലേ, അവിടെ ഇതാണ് ആ സംഭവം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്ത് പോകുന്നു. അപ്പോൾ കണ്ടില്ലേ, എൻ്റെ ചുറ്റും കാടാണ്. ഇവിടുന്ന് ഒരാൾ നിലവിളിച്ചാൽ പോലും ആരും അപ്പുറത്തേക്ക് കേൾക്കാനില്ല. അപ്പം അത്രയും അറക്കത്താണ് ഇത്. അപ്പം ഞാൻ അവിടുന്ന് കാല് കഴുകാനായിട്ട് പോയതാണ്. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ നേരെ കാണുന്നതാണ് വിഷ്ണുമായും പിന്നെ ദുർഗാദേവിയാണ് സൈഡിലുള്ളത്. അപ്പോൾ ഞാൻ നേരെ നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ തൊഴുത് ഇറങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ നിൽക്കാൻ പറഞ്ഞിട്ടോ. ഇങ്ങനെ ഓരോരുത്തരായിട്ടാണ് ചെല്ലേണ്ടത്. അപ്പം ഞാനിങ്ങനെ തൊഴുത് ഇപ്പം ഇടയ്ക്ക് വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ പൂജാരി അവിടെ പൂജ ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോരുത്തരെയാണ് അവിടെ വിളിക്കുന്നത്. പിന്നെ പ്രസാദമൊക്കെ കിട്ടുട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ അമ്പലം പണിയാനും പൂജകളും ഒക്കെയാണ്. അപ്പം അതൊക്കെ ചെയ്ത് കുരുതിയായിരുന്നു. അതൊരു വെള്ളിയാഴ്ചയായിരുന്നു ഓർ ശനിയാഴ്ച കുരുതി അപ്പോൾ വെള്ളിയാഴ്ച ഓർ ശനിയാഴ്ച ആയിരുന്നു നമ്മൾ പോയത്. പിന്നെ നമ്മൾ നല്ലോണം നേരം വൈകി. ഇനി നമുക്ക് തൃശ്ശൂർ എത്തണം. അപ്പോൾ ചെറിയ റോഡായ കാരണം പെട്ടെന്ന് തിരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ ഒരു വഴിയിലൊക്കെ തിരിച്ചു. പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങി. എന്നുവെച്ചാൽ അത്രയും വയ്യാണ്ടായി. ഈസി ഉള്ള കാരണമാണ് അത്രയും വയ്യാണ്ടാവുന്നത്. ഇപ്പം ചില്ലൊക്കെ തുറന്നിടുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമ്മൾ വഴിയെ ഇവിടുന്ന് ഒരു തട്ടുകടയിൽ വന്നിട്ട് നമ്മളൊരു കൊള്ളിയും ബീഫും വെച്ചിട്ട് പിന്നെ അവരെന്തൊക്കെയോ കഴിച്ചു. ഞാനൊന്നും നോക്കിയില്ല. എനിക്ക് എൻ്റെ മൈൻഡൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. തലവേദന എടുത്തിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ തുറന്നിട്ടാൽ കുഴപ്പമില്ല. അപ്പോൾ ഇത്രയാണ് എൻ്റെ വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ